ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒന്നുമല്ല എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 13-2 എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ടും എല്ലാ രഹസ്യങ്ങളും എല്ലാ അറിവും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല. പ്രവചനപരം തീർച്ചയായും ഒരു വിലപ്പെട്ട ദാനമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു സ്വർഗ്ഗാരോഹണം ചെയ്തെങ്കിലും ഇന്നും അവൻ തന്റെ പ്രവചന വചനങ്ങളിലൂടെ നമുക്ക് ആശ്വാസകരവും ആത്മീക വർധന നൽകുന്നതുമായ സന്ദേശങ്ങൾ സംസാരിക്കുന്നു. അത്തരം വാക്കുകൾ എത്ര തവണ നമ്മുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്നേഹത്താൽ നിറഞ്ഞ ശുശ്രൂഷകർ പ്രവചനാത്മകമായി സംസാരിക്കുമ്പോൾ അത് നന്നായി സ്വീകരിക്കപ്പെടുകയും മനസ്സോടെ അനുസരിക്കപ്പെടുകയും ചെയ്യുന്നു. ശാസനകൾ പോലും സ്നേഹത്തിൽ ചെയ്യുമ്പോൾ നന്നായി സ്വീകരിക്കപ്പെടുകയും അനുസരിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അത്തരം പ്രവചന വാക്കുകൾ സ്നേഹമില്ലാതെ പറയുമ്പോൾ ആളുകൾ നിരുത്സാഹപ്പെടുകയും മുറിവേൽക്കുകയും ചെയ്യുന്നു. സ്നേഹമില്ലാത്ത ഒരു ശുശ്രൂഷ ശാശ്വതമായ ഫലം പുറപ്പെടുവിക്കുന്നില്ല. അതുപോലെ ഒരു വ്യക്തിക്ക് ഭൗതിക ദാനങ്ങൾ ഉണ്ടായിരിക്കാം. മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള ബൈബിൾ രഹസ്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാം വരവും ഭാവി സംഭവങ്ങളും ശ്രദ്ധേയമായ വ്യക്തതയോടെ വ്യക്തമായി വിവരിക്കുന്ന ഒരു മഹാനായ പണ്ഡിതനായിരിക്കാം അദ്ദേഹം. എന്നിട്ടും സ്നേഹമില്ലെങ്കിൽ അത് ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. ദൈവം മുമ്പാകെ നാം നിൽക്കുമ്പോൾ നമ്മൾ എത്ര വിദ്യാസമ്പന്നരായിരുന്നു എന്നതോ എത്ര കഴിവുള്ളവരായിരുന്നു എന്നതോ പ്രശ്നമല്ല. നമ്മൾ ദിവ്യ സ്നേഹത്തിൽ പ്രവർത്തിച്ചോ എന്നതാണ് പ്രധാനം. ഒരു വ്യക്തിക്ക് എത്ര സമ്മാനങ്ങൾ ഉണ്ടായിരുന്നാലും സ്നേഹമില്ലാതെ അവയ്ക്കൊരു വിലയില്ല. ഒരു മൊബൈൽ ഫോണിനെ പരിഗണിക്കുക. ദൂരദേശത്തുള്ള നമ്മുടെ കുട്ടികളോടോ ഇണയോടോ നമ്മൾ അതിലൂടെ സംസാരിക്കുമ്പോൾ അവരുടെ സ്നേഹനിർഭരമായ ശബ്ദം നമ്മെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു. ഫോൺ വാത്സല്യവും വാഞ്ചയും അറിയിക്കുന്ന ഒരു ചാനലായി മാറുന്നു. എന്നാൽ അതിൻ്റെ ബാറ്ററി തീർന്നാൽ അത് ഉപയോഗശൂന്യമാണ്. അതുപോലെ ദൈവം ഒരു ഫോണിലൂടെ എന്ന പോലെ പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്നു. ഒരു പ്രവാചകൻ ദൈവത്തിന്റെ വക്താവാണ്. അവൻ ഭാവി സംഭവങ്ങൾ പ്രവചിക്കുന്നു, വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നു, ദിവ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. എന്നാൽ ആ പ്രവാചകന്റെ ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിൽ എല്ലാം ശൂന്യമാകും. അവന്റെ ദാനങ്ങൾ അവനും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്നില്ല. ദൈവമക്കളെ, ദൈവത്തിന്റെ സന്ദേശം മനുഷ്യരാശിക്ക് എത്തിക്കുന്നവർ ദൈവസ്നേഹത്താൽ നിറയണം. അവർ കാൽവറിയുടെ സ്നേഹത്തിൽ നിറഞ്ഞിരിക്കുകയും അവർ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിന്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുകയും വേണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 യോഹന്നാൻ 4-20 ഒരുത്തൻ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്താൽ അവനൊരു നുണയനാണ്. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ താൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ യോശുവ 13, 14, 15 വൈകുന്നേരം ലൂക്കോസ് 1 57 മുതൽ 80 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.